അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിഅസാതീദിനാ വലിമുസന്നിഫി ഹാദൽ കിതാബി വലിശുറാഹിഹി വലിമുഹശ്ശീഹി അല്ലാഹുമ്മ അൻഫഅനാ ബിഹിം വബിഉലൂമിഹിം വബിഅസ്റാരിഹിം വബിഅൻവാരിഹിം ഫിദ്ദുനിയ വൽ ആഖിറ. അസ്തഖൽ ഹദീസ് കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. നാം പറഞ്ഞുകൊണ്ട് ഇരുന്നത് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചാണ്. മഹാനവറുകൾ ഏതെങ്കിലും ഒരു നാട്ടിൽ വരികയാണെങ്കിൽ ആ നാട്ടുകാർ അദ്ദേഹത്തിനെ സ്വീകരിക്കുകയും ഒരു ഇൽമി മജ്ലിസ് സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ഇമാം അവറുകൾ ഏത് നാട്ടിൽ വന്നാലും ശരി ആ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഇമാം ബുഖാരിക്ക് വേണ്ടി ഒരു ഇൽമി മജ്ലിസ് സംഘടിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇമാം ബുഖാരി ബഗ്ദാദിൽ വരികയാണ്. ബഗ്ദാദിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ ബഗ്ദാദിനെ സംബന്ധിച്ചോളം അന്ന് ഇസ്ലാമി ഉലൂമുകളുടെ കേന്ദ്രമായിരുന്നു ബഗ്ദാദ്. ഉലൂമ ഇസ്ലാമിയ്യയുടെ കേന്ദ്രമായിരുന്നു ബഗ്ദാദ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ ദാറുൽ ഖിലാഫത്തിൽ ബഗ്ദാദിൽ ദാറുൽ ഖിലാഫത്തിൽ മഹാനവറുകൾക്ക് വലിയൊരു സ്വീകരണം നൽകി. ആ സ്വീകരണ മജ്ലിസിൽ വലിയ വലിയ മുഹദ്ദിസീങ്ങൾ പങ്കെടുത്ത വലിയൊരു സ്വീകരണ മജ്ലിസാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇങ്ങനെ ഒരു വലിയ സ്വീകരണം നൽകുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവിടെയുള്ള മുഹദ്ദിസീങ്ങളായ ആ മഹാപണ്ഡിതന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഇമാം ബുഖാരിയെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ 10 പേരെ തിരഞ്ഞെടുക്കുകയും ഈ 10 പേർക്ക് ഓരോരുത്തരുടെ കയ്യിലും 10 ഹദീസുകൾ വീതം നൽകുകയും ചെയ്തു. ഈ ഹദീസുകൾ മുഴുവൻ അതിൻ്റെ സനദുകളും മത്നുകളും തമ്മിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് 10 പേർക്ക് ഓരോരുത്തർക്കും 10 ഹദീസുകൾ വീതം നൽകി. അങ്ങനെ 10 പേര് മൊത്തം 100 ഹദീസുകൾ. സ്വീകരണ മജ്ലിസിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വന്ന് ഹദീസ് പറയുകയും ഇൽമി കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന സമയത്ത് ഈ ഹദീസുകളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് ഈ 10 പേരെ ഏൽപ്പിച്ചത്. അങ്ങനെ മജ്ലിസ് കൂടി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമി കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഹദീസുകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഈ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഈ 10 പേരും അവരവരുടെ അടുക്കൽ ഏൽപ്പിക്കപ്പെട്ട ആ 10 ഹദീസുകൾ, ഓരോ 10 ഹദീസുകളും അവരവർ ഇമാം ബുഖാരിയോട് ചോദിക്കാൻ തുടങ്ങി. ഈ ഹദീസിനെ കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു, ഈ ഹദീസ് താങ്കൾക്ക് അറിയുമോ എന്നിങ്ങനെ ഓരോരുത്തരും ചോദിക്കാൻ. ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ള ഈ ഹദീസുകൾ ചോദിക്കുമ്പോഴൊക്കെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അറിയില്ല ഇങ്ങനെയൊരു ഹദീസ് എനിക്ക് അറിയില്ല എന്നിങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി പറഞ്ഞു. അങ്ങനെ 10 പേരും അവരവർക്ക് ഏൽപ്പിച്ച ആ ഹദീസുകൾ മുഴുവനും അവർ ചോദിച്ച് കഴിയുന്നത് വരെ ലാദിരി എന്ന് തന്നെയാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 10 പേരും അവരവർക്ക് ഏൽപ്പിക്കപ്പെട്ട ഹദീസുകൾ മുഴുവൻ ചോദിച്ചു കഴിഞ്ഞു. മൊത്തം 100 ഹദീസുകളും ചോദിച്ച് കഴിഞ്ഞപ്പോൾ ഇനി ആരും ചോദിക്കാനില്ല എന്ന് കണ്ടപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യം ചോദിച്ച ആളോട് പറഞ്ഞു, താങ്കൾ ചോദിച്ച ഹദീസ്, ആ ഹദീസ് താങ്കൾ ചോദിച്ചതുപോലെയല്ല. അതിന്റെ സനദ് ഇങ്ങനെയാണ്, അതിന്റെ മത്ൻ ഇങ്ങനെയാണ്. അടുത്ത് രണ്ടാമതായി താങ്കൾ ചോദിച്ച ഹദീസ്, ആ ഹദീസ് താങ്കൾ പറഞ്ഞതുപോലെയല്ല, അതിന്റെ സനദ് ഇങ്ങനെയാണ്, അതിന്റെ മത്ൻ ഇങ്ങനെയാണ് എന്നിങ്ങനെ ആ 100 ഹദീസുകളും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ കൃത്യമായ സനദും അതിന്റെ കൃത്യമായ മത്നും വിവരിച്ചു കൊടുത്തു ആ മജ്ലിസിൽ വെച്ച്. അവിടെ സന്നിഹിതരായവർ മുഴുവൻ പേരും അത്ഭുതപ്പെട്ടു. കാരണം
ഈ 100 ഹദീസുകളെ കുറിച്ചുള്ള വിവരണം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്നത് മാത്രമല്ല അത്ഭുതം. ഈ 10 പേരിൽ ഓരോരുത്തരിൽ ആദ്യം ആരാണ് ചോദിച്ചതെന്നും അദ്ദേഹം ആദ്യം ഏത് ഹദീസാണ് ചോദിച്ചത്, രണ്ടാമത് ഏത് ഹദീസാണ് ചോദിച്ചത്, മൂന്നാമത് ഏത് ഹദീസ്, ആ തർത്തീബ് പ്രകാരം തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി പറഞ്ഞത് കണ്ടപ്പോഴാണ് അവിടെയുള്ള മുഴുവൻ പേരും അത്ഭുതപ്പെട്ടു പോയി. ഇപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ ധാരാളമായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിന്റെ വിഷയത്തിൽ അമീറുൽ മുഅ്മിനീനായിരിക്കുന്നതോടൊപ്പം തന്നെ ഒരു മുഹദ്ദിസ് മാത്രമായിരുന്നില്ല, നല്ല ഒന്നാം തരം ഷായറും കൂടെ ആയിരുന്നു മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളുടെ ചില ഷാറുകളൊക്കെ ഹാക്കിം അബൂ അബ്ദുല്ലാഹി നൈസാബൂരി ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ അല്ലാമ താജുദ്ദീൻ സുബിക്കി തന്റെ തബഖാത്തിലും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചില അശ്ആറുകളൊക്കെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അഗ്രഗണ്യനായ മുഹദ്ദിസാണ്. മുഹദ്ദിസീങ്ങളുടെ അമീറായിരിക്കുന്നതോടൊപ്പം തന്നെ ഒന്നാം തരം ഷായിറും കൂടിയായിരുന്നു. ഇനി നമുക്ക് അടുത്ത് ചർച്ച ചെയ്യാനുള്ളത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഏത് മദ്ഹബുകാരനായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മദ്ഹബ് എന്തായിരുന്നു, ഏത് മദ്ഹബുകാരനായിരുന്നു? ഹനഫി ആയിരുന്നു, അതല്ല മാലിക്കി ആയിരുന്നു, അതല്ല ഷാഫിഈ ആയിരുന്നു, അതല്ല ഹംബലി ആയിരുന്നു? ഇമാം അബു ആസിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തബഖാത്തു ഷാഫിഇയ്യ എന്ന തന്റെ ഗ്രന്ഥത്തിൽ ഷാഫിഈ മദ്ഹബുകാരെ കുറിച്ച് മാത്രം പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെയും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബുകാരനാണ് എന്ന തരത്തിലാണ് ഇമാം അബു ആസിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബ് തബഖാത്തു ഷാഫിഇയ്യയിൽ ഇമാം ബുഖാരിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിന് അദ്ദേഹം കാരണം പറഞ്ഞു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബുകാരനാണ് എന്നുള്ളതിന് അദ്ദേഹം കാരണമായി പറഞ്ഞിട്ടുള്ളത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം കറാബിസി, അതുപോലെ ഇമാം അബൂ സൗർ, ഇമാം സഅഫറാനി തുടങ്ങിയ പണ്ഡിതന്മാരിൽ നിന്നൊക്കെയാണ് ഹദീസ് പഠിച്ചിട്ടുള്ളത്. ഇവരൊക്കെ ഷാഫിഈ മദ്ഹബുകാരാണ്. അതുപോലെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഫിഖ്ഹ് പഠിച്ചതോ ഇമാം ഹുമൈദിയിൽ നിന്നാണ്. ഇമാം ഹുമൈദിയും ഷാഫിഈ മദ്ഹബുകാരനാണ്. ഇവരൊക്കെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയും ഷാഫിഈ മദ്ഹബുകാരനാണ് എന്നാണ് അതിന് ഇമാം അബു ആസിം കാരണമായിട്ട് ഇമാം ബുഖാരി ഷാഫിഈ മദ്ഹബുകാരനാണ് എന്നുള്ളതിന് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇമാം ഖസ്തലാനിയും ഇതേ അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബുകാരനാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഇമാം ഖസ്തലാനി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അല്ലാമ അബുൽ ഹസൻ ഇബ്നുൽ ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അല്ല, ഇമാം ബുഖാരി ഷാഫിഈ മദ്ഹബുകാരനായിരുന്നില്ല, അദ്ദേഹം ഹംബലി മദ്ഹബുകാരനായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന കാരണം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജീവിതത്തിൽ ധാരാളം പ്രാവശ്യം ബഗ്ദാദിൽ വന്നിട്ടുണ്ട്. ബഗ്ദാദിൽ വരുമ്പോഴൊക്കെ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാതെ, അദ്ദേഹം മഹാനവറുകളുമായിട്ട് മുലാഖാത്ത് ഉണ്ടാകാതെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദ് വിട്ടു പോകുമായിരുന്നില്ല. അധിക സമയങ്ങളിലും അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെയായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അവസാന യാത്രയിൽ ബഗ്ദാദ് വിട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബുഖാറയിലേക്ക് തിരിച്ചു വരാൻ ഉദ്ദേശിച്ച സമയത്തും പോയി അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ പോയി നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷമാണ് മഹാനവറുകൾ ബുഖാറയിലേക്ക് തിരിച്ചു വന്നത്. അതിൽ നിന്നും മനസ്സിലാകുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹംബലി മദ്ഹബുകാരനായിരുന്നു എന്ന് വളരെ വ്യക്തമാകുന്നു എന്നാണ് അല്ലാമ അബുൽ ഹസൻ ഇബ്നുൽ ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്നാൽ നമുക്ക് ഇതിൽ എത്രത്തോളം ഈ പറഞ്ഞ രണ്ട് അഭിപ്രായങ്ങളിലും എത്രത്തോളം ശരിയുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ, ഒരു പണ്ഡിതൻ
ഒരു ഷാഫിഈ മദ്ഹബുകാരന്റെയോ ഹനഫി മദ്ഹബുകാരന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാലിക്കിയോ ഹംബലിയോ മദ്ഹബുകാരുടെ ഒരു ഉസ്താദിന്റെ അടുക്കൽ പഠിച്ചു എന്നതിന്റെ പേരിൽ, ഉസ്താദ് ഷാഫിഈയാണ് എന്നതിന്റെ പേരിൽ ഇദ്ദേഹം ഷാഫിയാകണമെന്നില്ല, ശിഷ്യൻ ഷാഫിയാണെന്നില്ല. ഉസ്താദ് ഹനഫിയാണെന്നതിന്റെ പേരിൽ ശിഷ്യൻ ഹനഫിയാകണമെന്നില്ല. ഉസ്താദ് മാലിക്കിയാണെങ്കിൽ ശിഷ്യൻ മാലിക്കി മദ്ഹബുകാരനാകണമെന്നില്ല. ഉസ്താദ് ഹംബലിയാണെങ്കിൽ ശിഷ്യൻ ഹംബലി മദ്ഹബുകാരനാകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഹനഫികൾക്ക് പറയാമല്ലോ, മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ പഠിച്ചിട്ടുണ്ട്. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം ബുഖാരിയുടെ ഉസ്താദന്മാരിൽ അഗ്രഗണ്യനായ ഒരു ഉസ്താദാണ്. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റഹ്മത്തുള്ളാഹി അലൈഹി ഹനഫി മദ്ഹബുകാരനായിരുന്നു. അതുകൊണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹനഫി മദ്ഹബുകാരനാണ് എന്ന് പറയാം. മാത്രമല്ല ഇമാം അബൂ ജഅഫർ തഹാവി പഠിച്ചത് ഇമാം മുസ്നിയിൽ നിന്നാണ്. അപ്പൊ മുസ്നി ഇമാം ഷാഫിഈ മദ്ഹബുകാരനാണ് എന്നതിന്റെ പേരിൽ ഇമാം തഹാവി ഷാഫിഈ മദ്ഹബുകാരനാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരാള് ഉസ്താദ് ഒരു മദ്ഹബുകാരനാണ് എന്നതിന്റെ പേരിൽ ശിഷ്യനും അതേ മദ്ഹബുകാരനാണ് എന്ന് പറയുന്നതിന് വലിയ ന്യായമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാനവറുകളുടെ തറാജിമുകളിലൂടെയാണ്. ഓരോ ബാബിലും മഹാനവറുകൾ പറയുന്ന തർജുമ, ഒരു ഹെഡിങ് കൊടുക്കുമല്ലോ, ആ ഹെഡിങ്ങുകളിലൂടെയാണ് ഇമാം ബുഖാരിയുടെ മദ്ഹബ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പൊ സഹീഹുൽ ബുഖാരിയിലുള്ള തറാജിമുകൾ നമുക്ക് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇമാം ബുഖാരി മുജ്തഹിദ് മുസ്തഖില്ലായിരുന്നു. ഈ നാല് മദ്ഹബിൽ ഒരു മദ്ഹബും സ്വീകരിക്കാത്ത മുജ്തഹിദായ മുസ്തഖില്ലായ ആളായിരുന്നു ഇമാം ബുഖാരി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഷാഫിഈ മദ്ഹബുകാരനാണ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം എത്രത്തോളം മസായിലുകളിൽ ഹനഫി മദ്ഹബിനോട് എതിരഭിപ്രായം ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ടോ അത്രയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ മസായിലുകളിൽ ഷാഫിഈ മദ്ഹബിനോട് എതിരഭിപ്രായം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹംബലി മദ്ഹബിനോടും അതുപോലെ മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായങ്ങൾക്കൊക്കെ എതിരഭിപ്രായങ്ങൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യമായതും ഹക്കിനോട് ഏറ്റവും യോജിച്ചതും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മുജ്തഹിദ് മുസ്തഖില്ലായിരുന്നു എന്നുള്ളതാണ്. ശരിയാണ്, മഷ്ഹൂറായ പല മസായിലുകളിലും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിനോടാണ് യോജിച്ചിരിക്കുന്നത്. മഷ്ഹൂറായ പല മസലകളിൽ ഷാഫി മദ്ഹബിനോട് യോജിച്ചു. അതുകൊണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഷാഫി മദ്ഹബുകാരനാണെന്ന് അങ്ങ് പറയാനും കഴിയില്ല. അപ്പൊ അദ്ദേഹം മുജ്തഹിദായിരുന്നു, മുജ്തഹിദ് മുസ്തഖില്ലായിരുന്നു എന്നുള്ളതാണ് ശരി. ഇനി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അവസാന കാലഘട്ടത്തിൽ നടന്ന ചില മഹാനവറുകളുടെ മരണത്തിലേക്ക് നയിച്ച, വഫാത്തിലേക്ക് നയിച്ച ചില കാര്യങ്ങളാണ് നമുക്ക് അവസാനമായി പറയാനുള്ളത്. ഒരു ദിവസം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ബുഖാറയുടെ അധികാരി ഹാക്കിം ഖാലിദ് ബിൻ അഹ്മദ് ദുഹലിയുടെ ആൾക്കാർ വന്നിട്ട് ഇമാം ബുഖാരിയോട് പറയുന്നു, താങ്കൾ എന്നും ദാറുൽ ദിവസമോ അല്ലെങ്കിൽ സൗകര്യപ്പെടുന്ന സമയങ്ങളിലോ ദാറുൽ ഖിലാഫത്തിൽ വന്ന് എന്ന് വെച്ചാൽ ഖലീഫയുടെ ആസ്ഥാനത്ത് വന്ന് ഖലീഫയുടെ മക്കൾക്ക് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഈ അമീറിന്റെ ഹാക്കിമിന്റെ ആൾക്കാർ വന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ആവശ്യപ്പെട്ടു. അമീർ ആവശ്യപ്പെടുന്നതായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി പറഞ്ഞു, കഴിയില്ല, സാധ്യമല്ല. കാരണം ഇൽമ ആവശ്യമുള്ളവർ ഇവിടെ വന്ന് പഠിക്കണം, അല്ലാതെ ഇൽമ അങ്ങോട്ട് വന്ന് തരികയല്ല ചെയ്യുക. അതുകൊണ്ട് ഇൽമ വരപ്പെടുകയാണ് ചെയ്യേണ്ടത്, ഇൽമ അങ്ങോട്ട് വരുന്നതല്ല. അങ്ങോട്ട് വരില്ല, ഇങ്ങോട്ട് വേണമെങ്കിൽ വരണം എന്ന് മഹാനായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തീർത്തു പറഞ്ഞു. ഈ ഇൽമിനെ അതിനെ നിസ്സാരവൽക്കരിക്കാൻ, അതിനെ ദലീലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മഹാനായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തീർത്ത് പറഞ്ഞപ്പോ
ഹാക്കിം, ബുഖാറയുടെ ഹാക്കിം ഖാലിദ് ബിൻ അഹ്മദ് ദുഹരി, പിന്നെ അയാൾ പറഞ്ഞു, എന്നാ ശരി, ഞാൻ എൻ്റെ മക്കൾ അങ്ങോട്ട് അയക്കാം. പക്ഷെ ഒരു നിബന്ധന, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രത്യേക സമയവും ദിവസവും നിശ്ചയിക്കണം. ആ സമയത്ത് ക്ലാസ്സിൽ അവരല്ലാത്ത വേറെ ആരും പങ്കെടുക്കരുത്. വേറെ ആരും പങ്കെടുക്കാതെ എൻ്റെ മക്കൾക്ക് മാത്രമായി ഹദീസ് ക്ലാസ് നടത്തണം എന്ന് ബുഖാറയുടെ ഹാക്കിം ഖാലിദ് ബിൻ അഹ്മദ് ദുഹരി എന്നയാള് ഇമാം ബുഖാരിയോട് ആവശ്യപ്പെട്ടു. ഇമാം ബുഖാരി അതും സമ്മതിച്ചില്ല. അങ്ങനെ ഇൽമ് ചില പ്രത്യേക ആൾക്കാർക്ക് മാത്രമായിട്ട് പറഞ്ഞു കൊടുക്കാനൊന്നും കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഇൽമ് അത് മൊത്തം ലോകം മുഴുവൻ പേർക്കും വ്യാപിക്കണം. അതുകൊണ്ട് അവിടെ പ്രത്യേകമായ ഒരു ഖുസൂസിയത്തൊന്നും എനിക്ക് തരാൻ കഴിയില്ല. വേണമെങ്കിൽ ഇവിടെ വന്ന് മറ്റുള്ളവർ പങ്കെടുക്കുന്ന ആ മജ്ലിസിൽ താങ്കളുടെ മക്കൾക്കും പങ്കെടുത്ത് ഇൽമ് പഠിക്കാം എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തീർത്ത് പറഞ്ഞു. ഇത് ആ ഹാക്കിമിന്, ആ അമീറിന് അത് വല്ലാത്ത ഒരു ക്ഷീണം തട്ടിക്കുകയും അദ്ദേഹത്തിന് തന്നെ അവമതിച്ചു, തന്നെ നിന്ദിച്ചു എന്നുള്ള ഒരു തോന്നൽ അയാൾക്ക് ഉണ്ടാകുകയും അങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പ്രതികാരം ചെയ്യാൻ അയാൾ തീരുമാനിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി എങ്ങനെയും വഴിക്ക് കൊണ്ടുവരണം, അദ്ദേഹത്തെ ശിക്ഷിക്കണം എന്നൊക്കെ അയാൾ തീരുമാനിച്ചു. പക്ഷെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചോളം ഇമാം ബുഖാരി സാധാരണക്കാരുടെ അടുക്കൽ മാത്രമല്ല, ഉലമാക്കളുടെ അടുക്കൽ മാത്രമല്ല, സാധാരണക്കാരുടെ അടുക്കലും മഖ്ബൂലായ ഒരു മഹാനാണ്. എല്ലാവരും അംഗീകരിക്കുന്ന, ഖവാസും അവാമും അംഗീകരിക്കുന്ന, എല്ലാവരും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന വലിയൊരു മഹാനാണ്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യും എന്ന് ഈ അമീർ ഭയപ്പെട്ടു. അയാൾ അതിന് കണ്ട ഒരു തന്ത്രം, ഇമാം ബുഖാരിയെ പാഠം പഠിപ്പിക്കാൻ ഇയാൾ ഉദ്ദേശിച്ചപ്പോൾ അതിനയാൾ കണ്ട തന്ത്രം എന്താ? ഇമാം ബുഖാരിക്കെതിരെ ജനങ്ങളെ ഇളക്കി വിടുക. ഇളക്കി വിടാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്താ? അദ്ദേഹത്തിന്റെ ഇമാം ബുഖാരിയുടെ അഖീദ ശരിയല്ല, ആള് സുന്നിയല്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇമാം ബുഖാരിക്കെതിരെ ജനങ്ങളെ ഇളക്കി വിടാൻ കഴിയും. അങ്ങനെ ജനങ്ങൾ ഇളകുമ്പോൾ ഇമാം ബുഖാരിയോട് പ്രതികാരം ചെയ്യാം എന്ന് ഇയാൾ തീരുമാനിച്ചിട്ട് അതിന് ചില ഉലമാ ഉസ്സൂ, അന്ന് കുറെ അദ്ദേഹത്തിന്റെ ഏറാമൂലികളായ കുറെ പണ്ഡിതന്മാരെയും കൂടെ കൂട്ടി, എന്നിട്ട് അവരിലൂടെ പ്രചരിപ്പിച്ചു ഇമാം ബുഖാരി മുഅ്തസിലിയാണ്. ഇഅ്തിസാലിന്റെ വാദം ബുഖാരി ഇമാമിനുണ്ട്. കാരണം ഖുർആൻ മഖ്ലൂഖാണ് എന്ന് പറയുന്ന ആളാണ് ഇമാം ബുഖാരി എന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു. ദുഷ്പ്രചരണങ്ങൾ, ഇങ്ങനെ ഒരു ദുഷ്പ്രചരണം നടത്തിയപ്പോ ആദ്യമൊന്നും അത് ജനങ്ങളുടെ ഇടയിൽ ഏശിയില്ലെങ്കിലും ഇവര് ഈ ആൾക്കാർ വല്ലാതെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കുറെയൊക്കെ അതിന് ചില അസറാത്തുകൾ കണ്ടു തുടങ്ങി. ജനങ്ങളിൽ ചിലരുടെ ഇടയിലൊക്കെ ചിലരൊക്കെ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെ കുറെ ജനങ്ങൾ തിരിയാൻ തുടങ്ങി. അത് ആ കുപ്രചരണം ബുഖാറയിൽ മാത്രം നിൽക്കാതെ ബുഖാറയുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഈ പ്രചരണം വ്യാപിപ്പിച്ചു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശത്രുക്കൾ ഈ ഉലമാ ഉസ്സൂഇനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഈ അമീറിന്റെ ദുഷ്പ്രചരണം. അങ്ങനെ അവസാനം ഇങ്ങനെ ജനങ്ങൾ ബുഖാരി ഇമാമിന് എതിരെ കുറെ പേര് തിരിഞ്ഞപ്പോ ഈ അവസരം മുതലാക്കിക്കൊണ്ട് ഈ അമീർ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ ബുഖാറ എന്ന നാട്ടിൽ നിന്നും പുറത്താക്കി നാട് കടത്തി. ആ നാട്ടിൽ നിന്നും പുറത്താക്കി. അങ്ങനെ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്നും ബീക്കന്ത്, അടുത്തുള്ള ബുഖാറയ്ക്ക് അടുത്തുള്ള മറ്റൊരു സ്ഥലമാണ് ബീക്കന്തിലേക്ക് പോയി. ബീക്കന്തിലേക്ക് പോയപ്പോ അവിടെ ജനങ്ങൾ തന്നെ സ്വീകരിക്കും. കാരണം നേരത്തെയൊക്കെ ജനങ്ങൾ തന്നെ അംഗീകരിക്കുകയും മുഴുവൻ ജനങ്ങളും തന്നെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്ത ജനങ്ങളാണ് അവിടെയുള്ളത്. അപ്പൊ അവരുടെ അടുത്ത് അവിടെ പോയി താമസിക്കാമെന്ന് കരുതി മഹാനവറുകൾ അവിടെ എത്തിയപ്പോ അവിടെയും ഇതുപോലെയുള്ള അവസ്ഥയാണ് കണ്ടത്. അവിടെയും ഈ ദുഷ്പ്രചരണം പലരിലും ഏശിയിരിക്കുന്നു. ഇമാം ബുഖാരി സുന്നിയല്ലാന്നും ഇമാം ബുഖാരി ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയുന്ന ആളാണെന്നും എന്നൊക്കെയുള്ള ആ പ്രചരണം അവിടെയും എത്തിയിരിക്കുന്നു. ഇത് കണ്ടപ്പോ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ചിലരൊക്കെ ഇമാം ബുഖാരി അംഗീകരിക്കുന്നുണ്ടെങ്കിലും ചിലർ ഇമാം ബുഖാരിയെ തള്ളിപ്പറയുന്നു.
അപ്പൊ എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ തന്റെ വിഷയത്തിൽ ഇഖ്തിലാഫ് കണ്ടപ്പോൾ അവിടെ താമസിക്കാൻ ഇമാം ബുഖാരി ആഗ്രഹിച്ചില്ല, ഇമാം ബുഖാരി ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവിടെ നിന്നും മഹാനായ ഇമാം ബുഖാരി സമർഖന്ദിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ സമർഖന്ദിലേക്ക് പോകുന്ന വഴിക്ക് ഖർതങ്ക് എന്ന സ്ഥലമുണ്ട്. അവിടെ ഇമാം ബുഖാരിയുടെ ഖറാബത്തിലുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, ഇമാം ബുഖാരിയുടെ കുടുംബക്കാരായ കുറെ പേരൊക്കെ ഉണ്ട്. അവിടെ എത്തിയപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രോഗബാധിതനായി, രോഗിയായി അങ്ങനെ കിടന്നു. എന്നാലും തന്റെ രോഗം പരിഗണിക്കാതെ മഹാനവറുകൾ യാത്ര തുടരാൻ തീരുമാനിച്ചപ്പോഴാണ് മഹാനവറുകൾക്ക് വിവരം കിട്ടിയത് സമർഖന്ദുകാരും ഇതുപോലെയാണ്. അവിടെ കുറെ പേര് ഇമാം ബുഖാരി അംഗീകരിക്കുന്നുണ്ടെങ്കിലും കുറെ പേര് ഇമാം ബുഖാരിയെ എതിർക്കുന്നവരും അവിടെയുണ്ട്. ഈ ദുഷ്പ്രചരണത്തിൽപ്പെട്ട് ഇമാം ബുഖാരിയെ എതിർക്കുന്ന കുറെ ആൾക്കാർ അവിടെയും ഉണ്ട് എന്ന് മനസ്സിലാക്കി എന്ന് വിവരം കിട്ടിയപ്പോ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി, മാനസികമായി വല്ലാതെ തളർന്നുപോയി. മഹാനവറുകൾ ഈ വാർത്ത കിട്ടിയ ദിവസം റമളാന്റെ അവസാനത്തെ 10-ലാണ് ഈ വാർത്ത കിട്ടുന്നത്. വാർത്ത കിട്ടിയപ്പോ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് തഹജ്ജുദ് നിസ്കാരാനന്തരം ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാഖത്ത് അലയ്യൽ അർള് ഫമാ റഹ്മത് ഫഖ്ബിൽനി ഇലൈക്. പടച്ചവനെ, എനിക്ക് എങ്ങും പോകാൻ പറ്റാത്ത നിലയിൽ ആയിപ്പോയല്ലോ. ഇത്ര വിശാലമായ ഭൂമി വിശാലമായിരുന്നിട്ടും എന്റെ മേൽ ഭൂമി ഇടുങ്ങിപ്പോയല്ലോ എന്ന്. എവിടെ പോകുകയാണെങ്കിലും ജനങ്ങൾ എന്നെ എതിർക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയല്ലോ കാര്യങ്ങൾ എന്ന് മഹാനവറുകൾ വല്ലാതെ പ്രയാസപ്പെട്ട് ദുആ ചെയ്യുകയും എന്നെ നിന്നിലേക്ക് നീ ഖബൂൽ ചെയ്യ്, എന്റെ റൂഹ നീ പിടിക്ക്, എന്നെ വഫാത്താക്ക്, എന്നെ മരിപ്പിക്ക് എന്ന് മഹാനവറുകൾ ദുആ ചെയ്തു. ആ ദുആയോടുകൂടി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രോഗം കൂടിപ്പോയി. ആ രോഗം മൂർച്ഛിച്ച ആ സമയത്താണ് സമർഖന്ദ് വാസികളിൽ ഒരു സംഘം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങയെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി, അങ്ങയുടെ നിരപരാധിത്വം ഞങ്ങൾക്ക് വ്യക്തമായി. ആരൊക്കെയോ ചിലർ ചേർന്ന് കുപ്രചരണം നടത്തിയതാണ് അങ്ങയെക്കുറിച്ച് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും വ്യക്തമായി. അതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ പേരും അങ്ങയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അടുക്കലേക്ക്, ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങ് വരണം എന്ന് പറഞ്ഞുകൊണ്ട് സമർഖന്ദിൽ നിന്നും ഒരു സംഘം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അടുക്കൽ വന്നു. അങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അവരുടെ ക്ഷണം സ്വീകരിച്ച്, രോഗശയ്യയിലാണ്, രോഗിയാണ്, വല്ലാത്ത ക്ഷീണിതനാണ്, എങ്കിൽ തന്നെയും അവരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവരോടൊപ്പം പോകാൻ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തയ്യാറായി. വാഹനം കൊണ്ടുവരാൻ പറഞ്ഞു, വാഹനം കൊണ്ടുവന്നു. തന്റെ വസ്ത്രമൊക്കെ അണിഞ്ഞു, തലയിലേക്ക് കെട്ടി, ഇമാമത്തൊക്കെ അണിഞ്ഞു. അങ്ങനെ അവരുടെ കൂടെ കുറച്ച് നടന്നപ്പോൾ തന്നെ ഇമാം ബുഖാരിക്ക് നടക്കാൻ കഴിയാത്ത തരത്തിൽ ക്ഷീണിതനായി. കാരണം രോഗം അത്രയും മൂർച്ഛിച്ചിരിക്കുന്നു. വല്ലാതെ ക്ഷീണിതനായി മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, രോഗം അത്രയും കൂടുതലായി പോയി. അതുകൊണ്ട് നിങ്ങൾ പോകി, ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ട് ഇമാം ബുഖാരി ഖർതങ്കിൽ തന്നെ താമസിച്ചു. ഏതാനും ദിവസങ്ങൾ മാത്രം. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. പെരുന്നാളിന്റെ രാത്രി എന്നുവെച്ചാൽ പുലർന്നാൾ പെരുന്നാൾ, ഈദുൽ ഫിത്ർ. നേരം വെളുത്താൽ പെരുന്നാളാണ്, ഈദുൽ ഫിത്റാണ്. അന്ന് രാത്രി, പെരുന്നാളിന്റെ രാത്രി മഹാനവറുകൾ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു. മഹാനവറുകൾ വഫാത്തായ വർഷമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. വർഷം ഷവ്വാൽ 1 എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ, പെരുന്നാളിന്റെ രാത്രി എന്ന് പറയുമ്പോൾ. ഇപ്പൊ മഹാനവറുകൾ വഫാത്തായി. അങ്ങനെ അവിടെ തന്നെ മഹാനവറുകളെ ഖബറടക്കം ചെയ്യപ്പെട്ടു. മഹാനവറുകളുടെ ഖബർ ഖർതങ്ക് എന്ന സ്ഥലത്താണ്. മഹാനവറുകളെ ഖബറടക്കപ്പെട്ടതിന് ശേഷം ആ ഖബറിൽ നിന്നും വല്ലാത്ത സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുമായിരുന്നു. ഇത് ദിവസങ്ങളോളം, മാസങ്ങളോളം നീണ്ടു നിന്നിരുന്നു. മഹാനവറുകളുടെ ഖബറിൽ നിന്നും വല്ലാതെ സുഗന്ധം അടിച്ചു വീശുമായിരുന്നു. ജനങ്ങൾ വന്ന് ഈ മണ്ണെടുത്തിട്ട് പോകുമായിരുന്നു, ഖബറിൽ നിന്നുള്ള മണ്ണെടുത്തിട്ട് പോകുമായിരുന്നു. കാരണം ആ മണ്ണ് എവിടെ വെച്ചാലും അവിടെയൊക്കെ ഭയങ്കര സുഗന്ധമാണ്. ബർക്കത്തും അതുപോലെ സുഗന്ധത്തിനും വേണ്ടി ഈ മണ്ണെടുത്തിട്ട് പോകാൻ തുടങ്ങി. അവസാനം ഇവർ ഖബർ തന്നെ തുറന്നെടുക്കും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ബുഖാറയിലെ അന്നത്തെ അമീർ
അന്ന് അമീറായിരുന്ന ബുഖാറയുടെ അമീർ, അദ്ദേഹം ഖർത്തങ്കിലെ അവിടുത്തെ അമീർ കൽപ്പന പ്രകാരം ചുറ്റുമതിൽ കെട്ടി, ഇനി ആരും ഇമാം ബുഖാരിയുടെ ഖബറിന്റെ അരികിലേക്ക് എത്താൻ പറ്റാത്ത നിലയിൽ ചുറ്റുമതിൽ കെട്ടി അതിനെന്ത് സംരക്ഷിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബർ സംരക്ഷിച്ചു. മറ്റേ അമീർ, ബുഖാറയുടെ അമീറിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? അയാൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അയാൾ ചില കുഴപ്പങ്ങളൊക്കെ കാണിച്ചു എന്ന് ഖലീഫയ്ക്ക് വിവരം കിട്ടി. ഖലീഫയുടെ അമീർ പ്രതിനിധിയാണല്ലോ, അമീറാണല്ലോ, ഗവർണറാണല്ലോ ബുഖാറയിൽ. ഖലീഫയ്ക്ക് വിവരം കിട്ടുകയും അങ്ങനെ ഖലീഫ ഇയാളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇയാളുടെ തല മുണ്ടനം ചെയ്ത് കഴുതപ്പുറത്തിരുത്തി നാട് മുഴുവൻ അയാളെ കൊണ്ട് വലയം വരുത്തിച്ചു. ഇയാൾ കുഴപ്പക്കാരനാണ്, കുറ്റക്കാരനാണ്, ഇയാൾ ഒരുപാട് അഴിമതികളൊക്കെ കാണിച്ചിട്ടുള്ള ആളാണ്. ജനങ്ങളോട് പറയപ്പെട്ട അങ്ങനെ ദലീലായ നിലയിൽ അയാൾ ആ ബുഖാറ വിട്ട് പോവുകയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ വളരെ മോശമായ നിലയിൽ മരണപ്പെടുകയും ചെയ്തു. ഇതാണ് മറ്റേ അമീറിന്റെ അവസ്ഥ, ഇമാം ബുഖാരിയെ വേദനിപ്പിച്ചതിന്റെ പേരിൽ. ഖതീബ് അബ്ദുൽ വാഹിദ് ബിൻ ആദം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. തങ്ങൾ മാത്രമല്ല, തങ്ങളോടൊപ്പം ഒരു സംഘം സഹാബികളുമുണ്ട്. സഹാബാക്കളും നബിയും സഹാബത്തും കൂടെ ഒരു ആരെയോ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നത് പോലെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അപ്പൊ സ്വപ്നത്തിൽ വെച്ച് തന്നെ ഞാൻ നബിതങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് ആരെയോ കാത്തു നിൽക്കുന്നത് പോലെയുണ്ടല്ലോ, പ്രതീക്ഷിച്ച് നിൽക്കുന്നത് പോലെയുണ്ടല്ലോ, ആരെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എന്ന് ചോദിച്ചപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, അന്തളുറു മുഹമ്മദ് ബിൻ ഇസ്മായിൽ, ഞാൻ മുഹമ്മദ് ബിൻ ഇസ്മായിലിനെ കാത്തു നിൽക്കുകയാണ്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ വരുന്നുണ്ട്, അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. ആ സ്വപ്നത്തിൽ നിന്നും അദ്ദേഹം തെളിഞ്ഞു, അദ്ദേഹം ഉണർന്നു. പിന്നീട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, ഇമാം ബുഖാരി വഫാത്തായ വാർത്ത എനിക്ക് കിട്ടി. ഇമാം ബുഖാരി വഫാത്തായ വാർത്ത കിട്ടുമ്പോൾ ഏത് ദിവസം വഫാത്തായി എന്നുള്ള വിവരങ്ങളൊക്കെ വെച്ച് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഏത് ദിവസമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടതും തങ്ങളുമായി സംസാരിച്ച ആ ദിവസം തന്നെയാണ് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായതായിട്ട് എനിക്ക് വ്യക്തമായത് എന്ന് മഹാനായ ഖതീബ് അബ്ദുൽ വാഹിദ് ബിൻ ആദം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇമാം ബുഖാരിയുടെ ജനനം, മരണം, പ്രായം ഇവകളെയൊക്കെ ബൈത്താക്കിക്കൊണ്ട് ചിലര് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. കാനൽ ബുഖാരി ഹാഫിളൻ വ മുഹദ്ദിസ ജമഅ സഹീഹ മുകമ്മല തഹ്ദീരി മിലാദുഹു സിദ്ഖും വ മുദ്ദത്തു ഉംരിഹി ഫിഹാ ഹമീദും വൻഖലാ ഫീ നൂരി. ഇമാം ബുഖാരിയുടെ ജനനം, മരണം, പ്രായം ഇത് ഓർമ്മ വെക്കുന്നതിന് വളരെ എളുപ്പമായ ഒന്നുകൂടെയാണ്. ഈ ബൈത്ത് മനപ്പാടം വയ്ക്കാൻ മതി. ബൈത്ത് മനപ്പാടം തന്നെ ആക്കണമെന്നില്ല. ഇമാം ബുഖാരിയുടെ ജനനം സിദ്ഖ്. സിദ്ഖ് എന്ന വാക്കിന്റെ അബുജദ് കണക്ക് പ്രകാരം നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര കിട്ടുമോ അതാണ് ഇമാം ബുഖാരിയുടെ ജനന വർഷം. സിദ്ഖ് 194 എന്ന് വരും. അതാണ് സിദ്ഖ് എന്ന് വെച്ചാൽ ഫാദ് 90, ദാല് 4, അപ്പൊ 94, കാഫ് 100, അപ്പോ 194. അപ്പൊ ഹിജ്രി 194 ഇമാം ബുഖാരിയുടെ ജനനം. മുദ്ദത്തു ഉംരിഹി, മഹാനവറുകളുടെ പ്രായം ഫിഹാ ഇതിൽ ഹമീദുൻ, ഹമീദ. ഇമാം ബുഖാരിയുടെ പ്രായത്തെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഹമീദ് എന്ന് വരും. ഹമീദ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ 62. അപ്പൊ 62ാമത്തെ വയസ്സിലാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. ഹമീദിന് ഹാ 8, മീമ് 40, യാ 10, ദാല് 4 എല്ലാം കൂടെ കൂട്ടുമ്പോൾ മൊത്തം 62 എന്ന് വരും. വൻഖലാഫി നൂരി, 100ലാണ് മഹാനവറുകൾ വഫാത്തായത്. 100 എന്ന അതിനെ അബുജദ് കണക്ക് പ്രകാരം നമുക്ക് നോക്കുമ്പോൾ 256 എന്ന് വരുന്നത്. 150 വാവ് 6, 56, റാ 200, 256. ഇപ്പോ ജനനം ഇമാം ബുഖാരിയുടെ ജനനം സിദ്ഖാണ്. മഹാനവറുകളുടെ പ്രായം ഹമീദ, വയസ്സ് ഹമീദ. മഹാനവറുകൾ വഫാത്തായത് 100. സിദ്ഖ്, ഹമീദ്, 100 ഈ 3 വാക്കുകൾ ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ മഹാനവറുകളുടെ ജനനം, മഹാനവറുകൾ വഫാത്താകുമ്പോഴുള്ള വയസ്സ്, മഹാനവറുകളുടെ വഫാത്തിന്റെ വർഷം ഇവകൾ നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ ഇൽമിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇൽമ് പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. നാഫിയായി മാറ്റി മാറ്റുമാറാകട്ടെ.
ഇനി മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ രചനകളെ കുറിച്ചാണ് ഏതൊക്കെ കിതാബുകൾ മഹാനവർകൾ രചിച്ചിട്ടുണ്ട് എന്നും അതിൽ സഹീഹുൽ ബുഖാരി എന്ന ഈ കിതാബിനെ കുറിച്ചും കുറെ കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.